എല്ലാവർക്കും ആത്മപ്രകാശത്തിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നാരായണീയം ദശകം 1 ശ്ലോകം 4 ചൊല്ലാൻ ശ്രമിക്കാം. അതിൻ്റെ അർത്ഥവും അന്യവും ഒക്കെ മനസ്സിലാക്കി പഠിച്ചാൽ, ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ അനായാസം നാരായണീയം ചൊല്ലാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. നല്ല ഭക്തിയോടുകൂടി, നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി നാരായണീയം പാരായണം ചെയ്താൽ ഒരു രോഗങ്ങൾക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ഭഗവാന്റെ ഒരു കാവലുണ്ടാകും. അതായത് ഉറച്ച വിശ്വാസത്തോടുകൂടി ഭഗവാനെ ഉപാസിച്ച ഉറച്ച വിശ്വാസത്തോടുകൂടി നാരായണീയ പാരായണം ചെയ്താൽ സർവ്വരോഗങ്ങൾക്കും ശമനമാണ്, ഫലസിദ്ധി ഉറപ്പാണ്. നമുക്ക് ദശകം 1 ശ്ലോകം 4 ചൊല്ലാൻ ശ്രമിക്കാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ തസ്മാന്നോ നിഷ്കളസ്ത്വം സകളയതി വജസ്ത്വത്കലാസ്വേവ ഭൂമൻ. ഒരിക്കൽ കൂടി ചൊല്ലാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്പദാത്മാ തസ്മാന്നോ നിഷ്കളസ്ത്വം സകളയതി വജസ്ത്വത്കലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ തസ്മാന്നോ നിഷ്കളസ്ത്വം സകളൈതി വജസ്ത്വത്കലാസ്വേവ ഭൂമൻ. ഇനി നമുക്ക് അതിൻ്റെ സാമാന്യാർത്ഥം എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു തരാം. സാമാന്യാർത്ഥം മനസ്സിലാക്കിയ ശേഷം ഇത് ചൊല്ലാൻ പഠിക്കും. നിഷ്കമ്പേ എന്ന് പറഞ്ഞാൽ അർത്ഥം അനക്കമില്ലാത്തത്, കമ്പിതമല്ലാത്തത്. നിഷ്കമ്പേ അനക്കമില്ലാത്തത്, കമ്പിതമല്ലാത്തത്. നിത്യപൂർണേ എപ്പോഴും നിത്യവും പൂർണ്ണമായിട്ടുള്ളതും അനക്കമില്ലാത്തതും എപ്പോഴും പൂർണ്ണമായിട്ടുള്ളതും നിരവധി പരമാനന്ദ പീയൂഷരൂപേ അളവറ്റ, അതായത് അവസാനമില്ലാത്ത, നിരവധി അവസാനമില്ലാത്ത പരിമിതമല്ലാത്ത അളവറ്റ ആനന്ദം, പരമാനന്ദമാകുന്ന അമൃതം, പീയൂഷ അമൃതം. നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ. അതിന്റെ അർത്ഥം എന്താണ്? നിഷ്കമ്പേ അനക്കമില്ലാത്തതും കമ്പിതമല്ലാത്തതും, അതായത് നിത്യപൂർണേ എപ്പോഴും പൂർണ്ണമായിട്ടുള്ളതും അനക്കമില്ലാത്തതും എപ്പോഴും പൂർണ്ണമായിട്ടുള്ളതും ആയ നിരവധി പരമാനന്ദ പീയൂഷരൂപേ അവസാനമില്ലാത്ത അളവറ്റ പരമാനന്ദമാകുന്ന അമൃതം തന്നെ സ്വരൂപമായിട്ടുള്ളതും നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ നിർലീന അനേക മുക്താവലി സുഭഗതമേ. നിർമ്മല ബ്രഹ്മസിന്ധു, നിർമ്മലമായ പരബ്രഹ്മത്തിന്റെ ഒരു കടൽ തന്നെ. നിർമ്മല ബ്രഹ്മസിന്ധു, നിർമ്മലമായ പരബ്രഹ്മത്തിന്റെ ഒരു കടൽ തന്നെ. അതിൽ എന്താ പറയുന്നേ? നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു. അതായത് നിർമ്മല ബ്രഹ്മസിന്ധു, നിർമ്മലമായ പരബ്രഹ്മത്തിന്റെ ഒരു കടൽ. അതിൽ ഈ മുക്തന്മാർ, മുക്തപുരുഷന്മാർ ധാരാളം, ആവലി ധാരാളം. മുക്താവലി സുഭഗതമേ, അതായത് നിർലീന അനേക മുക്താവലി സുഭഗതമേ ധാരാളം മുക്തപുരുഷന്മാർ ഇതിൽ ലയിച്ചിട്ടുണ്ട്. ഏതിൽ ലയിച്ചിട്ടുണ്ട്? നിർമ്മല ബ്രഹ്മസിന്ധു, നിർമ്മലമായ പരബ്രഹ്മത്തിന്റെ ഒരു കടൽ. അതിൽ ഇവർ മുങ്ങിയിരിക്കുന്നതിനാൽ
കല്ലോലോല്ലാസതുല്യം, കല്ലോല ഉല്ലാസതുല്യം, അത് ചേരുമ്പോ കല്ലോലോല്ലാസതുല്യം, കല്ലോലോല്ലാസതുല്യം. ആ സമുദ്രത്തിലെ തിരയടിക്കുന്നതിന് തുല്യമാണ്. ആ സമുദ്രത്തിലെ തിരയടിക്കുന്നതിന് തുല്യമാണ്. ഖലു വിമലതരം സത്വം, അത്യന്ത ശുദ്ധമായ, ഖലു വിമലതരം സത്വം, അത്യന്ത ശുദ്ധമായ സത്വഗുണം എന്ന് ആഹു അറിവുള്ളവർ പറയുന്നു. അത്യന്ത ശുദ്ധമായ സത്വഗുണം എന്ന് അറിവുള്ള ആൾക്കാർ, ജ്ഞാനികൾ പറയുന്നു. കസ്മാജ്ഞോ കസ്മാന്യോ നിഷ്കളഹ, അങ്ങനെ ഒരു തരത്തിലും കളങ്കമില്ലാത്ത അങ്ങ് എങ്ങനെയാണ് സകള, കളങ്കമുള്ള ആളായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ സകളൻ കളങ്കമുള്ളത്, സകളൻ കളങ്കമുള്ളത്, അതായത് അങ്ങയുടെ അവതാരങ്ങൾ, അംശ അവതാരങ്ങളിൽ ഓരോ ലക്ഷ്യത്തിന് വേണ്ടി അവതാരം എടുത്തപ്പോൾ ഉള്ള ഇതാണ് സകളൻ, കളങ്ക. ആ ആവശ്യത്തിന് മാത്രം, അംശ അവതാരങ്ങൾക്ക്, അല്ലാതെ ഒരു തരത്തിലും കളങ്കമില്ലാത്ത. കസ്മാജ്ഞോ നിഷ്കളസ്ത്വം, ഒരു തരത്തിലും കളങ്കമില്ലാത്ത അങ്ങ് എങ്ങനെയാണ് നിഷ്കളനല്ലാത്തത്, സകളൻ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് അംശ അവതാരത്തിന് നിങ്ങൾക്ക് മാത്രമാണ് സകളൻ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെയുള്ള ഹേ ഭൂമൻ, അല്ലയോ ഭഗവാനെ, അങ്ങനെ ഒരു തരത്തിലും കളങ്കമില്ലാത്ത അങ്ങ് എങ്ങനെയാണ് നിഷ്കളനല്ലാത്തത് എന്ന് പറഞ്ഞേക്കുന്നത്, സകളൻ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് അങ്ങയുടെ അംശാവതാരങ്ങൾക്ക് മാത്രമാണ് അത് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ നിഷ്കളങ്കനായിട്ടുള്ള അങ്ങ് നിഷ്കളങ്കൻ തന്നെയാണ് എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരി ഉറപ്പിച്ചു പറയുന്നു. ഹേ ഭൂമൻ, ഹേ ഭഗവാനെ, അങ്ങേ ഭഗവാനെ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷ രൂപേ, അനക്കമില്ലാത്തതും നിത്യപൂർണവും, നിത്യവും പൂർണ്ണമായിട്ടുള്ളതും, എപ്പോഴും പൂർണ്ണമായിട്ടുള്ളതും, അളവറ്റ നിരവധി പരമാനന്ദത്തെ തരുന്നതുമായിട്ടുള്ള ആ ബ്രഹ്മമാകുന്ന സമുദ്രം, അതിൽ ഏറെ മുക്തപുരുഷന്മാർ രാകുന്ന മുത്തുകൾ, മുക്തപുരുഷന്മാരാകുന്ന മുത്തുകൾ ഉള്ളതിനാൽ വിമലധരം സത്വം, അതായത് അത്യന്ത വിശുദ്ധമായ സത്വഗുണം എന്ന് പറയുന്നു. അതിവിശിഷ്ടമാകുന്ന ആ നിർമ്മല ബ്രഹ്മസമുദ്രത്തിലെ തിരയടിക്ക് തുല്യമാണ് അതിവിശുദ്ധമായ സത്വഗുണം എന്ന് ജ്ഞാനികൾ പറയുന്നുണ്ടല്ലോ. ഈ വിധത്തിൽ സത്വസ്വരൂപനായ അല്ലയോ ഭഗവാനെ, അങ്ങ് എന്തുകൊണ്ടും പൂർണ്ണനാകുന്നു, നിഷ്കളനാണ്. ഒരു തരത്തിലുള്ള കളങ്കവും അങ്ങയുടെ രൂപത്തിൽ ഇല്ല. സകളൻ എന്നുദ്ദേശിക്കുന്നത് അംശ അവതാരങ്ങൾക്ക് മാത്രമാണ്. സകള ഇതി വചഃ തത്കലാസു ഏവ, തത്കലാസ്വേവ, അല്ലയോ ഭഗവാനെ, ഹേ ഭൂമൻ, കൃഷ്ണൻ എന്നത് പൂർണ്ണ അവതാരമാണെന്ന് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഉറപ്പിച്ച് പറയുന്നു. ഇതാണ് ഇതിന്റെ ചുരുക്കത്തിലുള്ള മുക്താവലി സുഭഗതമേ, അതായത് ധാരാളം, ആവലി കൂട്ടം, ധാരാളം മുക്തപുരുഷന്മാർ ഇതിൽ ലയിച്ചിട്ടുണ്ട്. ആ നിർമ്മല ബ്രഹ്മസിന്ധോ, ആ നിർമ്മലമാകുന്ന സമുദ്രത്തിൽ, നിർലീന അനേകാവലി സുഭഗതമേ, ആ ബ്രഹ്മ സമുദ്രത്തിൽ, ആ ബ്രഹ്മമാകുന്ന സമുദ്രത്തിൽ, ആ ബ്രഹ്മസിന്ധുവിൽ ധാരാളം മുക്തപുരുഷന്മാർ ലയിച്ചിട്ടുണ്ട്. ഇതിൽ ഉള്ളതിനാൽ നിർമ്മല ബ്രഹ്മസിന്ധു, നിർമ്മലമായ പരബ്രഹ്മത്തിന്റെ ഒരു കടൽ, അതിൽ അവർ മുങ്ങിയിരിക്കുകയാണ്. കല്ലോലോല്ലാസതുല്യം, ആ സമുദ്രത്തിലെ തിരയടിക്ക് തുല്യമാണ്. വിമലതരം സത്വം, അത്യന്ത വിശുദ്ധമായ സത്വഗുണം, അത്യന്ത ശുദ്ധമായ സത്വഗുണം എന്ന് ആഹു അറിവുള്ളവർ പറയുന്നു. തസ്മാപ്നോ നിഷ്കളഹ,
തസ്മാന്നോ എന്നുള്ളത് തസ്മാത് നോ, തസ്മാന്നോ നിഷ്കളഹ. അദ്ദേഹം സകളനല്ല, നിഷ്കളങ്കനാണ് എന്ന് പറയുന്നു. അർത്ഥം അറിഞ്ഞതിന് ശേഷം, അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം നന്നായിട്ട് ചൊല്ലാൻ ശ്രമിക്കാം. ദശകം 1 ശ്ലോകം 4. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മലം ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ തസ്മാന്നോ നിഷ്കളസ്ത്വം സകളയതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകളയതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ ഭക്തർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ധാരാളം വീഡിയോസ് ആത്മപ്രകാശത്തിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.